പങ്ക്ച്വാലിറ്റി, ഇതിനൊക്കെ നമ്മൾ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നുണ്ട്? നമ്മൾ പറയുന്നു ഒരു 10 മിനിറ്റ് ഞാനങ്ങോട്ട് വരാം, പക്ഷേ 10 മിനിറ്റ് എത്തുമോ? 20 മിനിറ്റ് കഴിഞ്ഞാൽ എത്തുമോ? ഇല്ല. അതുപോലെ എനിക്ക് അത്യാവശ്യമായിട്ട് ചെറിയൊരു കടം ആവശ്യമുണ്ട്, ഞാൻ ഇന്ന ഡേറ്റിന് ഇന്ന ദിവസം തിരിച്ചു തരുന്നതാണ്, തന്നിരിക്കുമോ? യൂഷ്വൽ കേസിൽ അങ്ങനെ സംഭവിക്കാറില്ല. നമ്മുടെ പ്രോഗ്രാംസ്, എനി പ്രോഗ്രാംസ് എത്ര മണിക്ക് സ്റ്റാർട്ട് ചെയ്യും എന്ന് പറഞ്ഞാൽ എത്ര മണിക്ക് സ്റ്റാർട്ട് ചെയ്യും? വളരെ പ്രശ്നമാണ്. ശരിക്കും പങ്ക്ച്വാലിറ്റി ആൻഡ് ടൈം കീപ്പിംഗ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. കാരണം സമയം എന്ന് പറയുന്നത് നമ്മുടെ സമയം മാത്രമല്ല, അത് മറ്റൊരാളുടെ സമയമാണ്. നമ്മൾ വൈകുന്ന വെച്ചിട്ട് മറ്റൊരാളുടെ എന്തൊക്കെയോ മാറ്റി വെക്കുന്നുണ്ട്. ഇറ്റ് ഈസ് നോട്ട് കമ്പൈൻ ടു അസ് ഓൺലി. നമ്മളിലേക്ക് മാത്രം കേന്ദ്രീകരിക്കുന്ന ഒരു സംഭവമല്ല സമയം എന്ന് പറയുന്നത്. സമയം എന്ന് പറയുന്നത് മറ്റുള്ളവരിലേക്കും നമ്മുടെ സമയമാണെങ്കിലും നമ്മൾ മറ്റൊരാളോട് പ്രോമിസ് ചെയ്യുന്ന സമയം നമ്മളെ മാത്രം അഫക്റ്റ് ചെയ്യുന്നതല്ല, മറ്റൊരാളെ മാത്രമല്ല മറ്റ് ഒരുപാട് ആളുകളെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതൊരു ചെയിനാണ്. ഒരുപാട് ആളുകളിലേക്ക് നമ്മൾ പറഞ്ഞ സമയം പങ്ക്ച്വലായിട്ട് നമ്മൾ കീപ്പ് ചെയ്യുന്നില്ലെങ്കിൽ അത് പല 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 കാര്യങ്ങളിലേക്കും ലെയറുകളായിട്ട് കടന്നുകൊണ്ടിരിക്കും. കാരണം നിങ്ങൾ സമയം ഒരാളോട് പറഞ്ഞാൽ ആ സമയത്ത് എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരാൾ ഉണ്ടാവും. അദ്ദേഹം നിങ്ങളുടെ ടൈം ഫ്രെയിം വെച്ചിട്ടായിരിക്കും അടുത്ത ടൈം അദ്ദേഹം മറ്റൊരാൾ പറഞ്ഞിട്ടുണ്ടാവുക. അങ്ങനെ എന്ത് ചെയ്യും? മൊത്തം ക്ലാഷ് ആവും. ഇതിവിടെ പറയാൻ കാരണം നമുക്ക് ഒന്ന് നോക്കാം. ലോകത്ത് ടൈം കീപ്പിംഗ് വളരെ സ്ട്രിക്റ്റായിട്ട് നടത്തുന്ന ആളുകൾ, അവരുടെ പ്രത്യേകതകൾ നമുക്ക് എന്താ നോക്കാം. നമ്മുടെ എല്ലാ പ്രൊഡക്ടിവിറ്റിയൊക്കെ ബാധിക്കുന്നൊരു കാര്യമാണ് ടൈം കീപ്പിംഗ് എന്ന് പറയുന്നത്. കാരണം നല്ല രീതിയിൽ സമയം കീപ്പ് ചെയ്യുന്ന ആളുകളാണ് സ്വിറ്റ്സർലാൻഡുകാർ. പറഞ്ഞാൽ പറഞ്ഞതാണ്, കറക്റ്റ് ടൈമിംഗ് ആയിരിക്കും. അതൊരു നാഷണൽ ഐഡൻറ്റിറ്റി ആണെന്നാണ് പറയുന്നത്. അതുപോലെ ജർമ്മനിലൊക്കെ സ്വന്തം റിലേറ്റീവ്സിനെ കാണണമെങ്കിൽ അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് പോകണം എന്നാണ് പറയുന്നത്. സോ മറ്റൊരാളുടെ പ്രൈവസിക്കും മറ്റൊരാളുടെ ടൈമിനുമെല്ലാം ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നുണ്ട്. അതുപോലെ ജപ്പാൻ എന്ന് പറയുന്നത് വളരെ സ്ട്രിക്റ്റാണ്, ടൈമിൽ പങ്ക്ച്വലാണ്. സൗത്ത് കൊറിയ വർക്ക് സ്പേസിൽ, സ്കൂളുകളിലൊക്കെ നല്ല രീതിയിൽ ടൈം കീപ്പ് ചെയ്യുന്ന ആളുകളാണ് സൗത്ത് കൊറിയക്കാർ. അതുപോലെ സ്വീഡൻ എന്ന രാജ്യത്തിലെ ആളുകൾ, അവർ നല്ല രീതിയിൽ ടൈം കീപ്പ് ചെയ്യുന്നതാണ്, പങ്ക്ച്വാലിറ്റി കീപ്പ് ചെയ്യുന്നതാണ്. ഇതിൽ 6ാമത്തെ സ്ഥാനത്ത് വരുന്നത് ചൈനയാണ്. ചൈന വളരെ നല്ല രീതിയിൽ പങ്ക്ച്വാലിറ്റി ആയിരിക്കും. ബിസിനസ്, ലീഗൽ മീറ്റിങ്സ്, ഒഫീഷ്യൽ മീറ്റിങ്സ്, ഇതിലൊക്കെ നല്ല പങ്ക്ച്വാലിറ്റി ഉള്ള ആളാണ് ചൈനക്കാർ. പക്ഷേ സ്വന്തം മറ്റ് സ്വകാര്യ ജീവിതങ്ങളിലൊക്കെ എത്രത്തോളം അവർ മറ്റ് രാജ്യങ്ങളിൽ കമ്പയർ ചെയ്തിട്ട് കുറച്ച് കുറവാണ്. പക്ഷേ നമ്മൾ ഇന്ത്യക്കാരെ സംബന്ധിച്ച് വളരെ ബെറ്റർ ആയിരിക്കും. അപ്പോൾ ഈ രാജ്യങ്ങളുടെ ലിസ്റ്റ് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇവരുടെയൊക്കെ പ്രൊഡക്ടിവിറ്റി. സ്വിറ്റ്സർലാൻഡ്, ജർമ്മനി, ജപ്പാൻ, സൗത്ത് കൊറിയ, സ്വീഡൻ, ചൈന, അവർ മറ്റുള്ളവരുടെ സമയത്തെ വിലമതിക്കുന്നു. ദേ റെസ്പെക്റ്റ് അതേഴ്സ് ടൈം. അതുകൊണ്ട് തന്നെ അവരുടെ പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത് എത്രയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ രാജ്യങ്ങളൊക്കെ ലിസ്റ്റ് വായിക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും അവരുടെ ഒരു ജീവിത നിലവാരം, ഡെവലപ്മെൻറ്റ്, ഇതെല്ലാം ഇതിനെ ബാധിക്കുന്നുണ്ട്. സോ നമ്മളും ചെറിയ ചെറിയ രീതികളിലാണെങ്കിലും സമയം നമ്മുടേതല്ല എന്ന് മനസ്സിലാക്കുക. ഇറ്റ്സ് അതേഴ്സ്. സമയം ഒരിക്കലും നമ്മുടേതല്ല. മറ്റുള്ളവർക്ക് നമ്മുടേതാണെങ്കിലും സമയം നമ്മുടേതല്ല, മറ്റുള്ളവരുടേത് കൂടിയാണ് സമയം. അതുകൊണ്ട് നമ്മൾ എപ്പോൾ ടൈം കീപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനെ ആകുമ്പോഴേ നിങ്ങൾ മറ്റുള്ളവരോട് റെസ്പെക്റ്റ് ഉള്ളവരായിത്തീരൂ. ആ റെസ്പെക്റ്റ് എന്താവും? ഒരു രാജ്യത്തിൻ്റെ പ്രൊഡക്ടിവിറ്റിയിലേക്ക് നയിക്കുന്ന ഓരോ ഘടകങ്ങളാണ്. അതൊരു തിരമാല പോലെയാണ്. നമ്മുടെ ജീവിതത്തിൽ ഒരു പങ്ക്ച്വാലിറ്റി കൊണ്ടുവന്നാൽ അത് നമ്മളുമായിട്ട് ഇടപഴകുന്ന ആളുകളുടെ ജീവിതത്തിലേക്ക് ആ പങ്ക്ച്വാലിറ്റി തിരമാലയുടെ ഓളം തല്ലുന്നത് പോലെ മെല്ലെ മെല്ലെ അത് മറ്റുള്ളവരിലേക്കും ബാധിക്കും. സോ ഇറ്റ്സ് ദ പോസിറ്റീവ് തിങ് യു ക്യാൻ സ്പ്രെഡ് ടു അതേഴ്സ് ലൈഫ്. ഓക്കെ.